എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിന്റെ രണ്ടാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തെ പ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിന്റെ ഒരേയൊരു തടാക ക്ഷേത്രമായ അനന്തപുര ക്ഷേത്രത്തിൻ്റെതാണ്. ഒരു വലിയ തടാകത്തിന് നടുവിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകത്തിലാണ് നൂറ്റാണ്ടുകളായി ബബിയ എന്ന ദിവ്യമുതല ജീവിച്ചിരുന്നത്. സാധാരണ മുതലകളുടെ വന്യസ്വഭാവം ഒട്ടുമില്ലാത്ത പൂർണ്ണമായും സസ്യാഹാരിയായ ഒരു മുതല. ഐതിഹ്യങ്ങൾ പറയുന്നത് സാക്ഷാൽ വില്വമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകാൻ ഭഗവാൻ കൃഷ്ണൻ ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ ഇവിടെ എത്തിയെന്നാണ്. കളിവികൃതികൾ കാട്ടിയ ആ കുട്ടിയെ സ്വാമിയാർ അറിയാതെ തള്ളിമാറ്റിയപ്പോൾ കുട്ടി അടുത്തുണ്ടായിരുന്ന ഗുഹയിലേക്ക് അപ്രത്യക്ഷനായി. ആ ഗുഹയ്ക്ക് കാവലായി നിന്ന ഭഗവാന്റെ ദൂതനാണ് ഈ മുതല എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇന്നും ഈ ക്ഷേത്രക്കുളത്തിൽ ആ ഗുഹ കാണാൻ സാധിക്കും. ഇതിനു പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു ചരിത്രവുമുണ്ട്. 1945 ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മുതലയെ വെടിവെച്ചു കൊന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, തൊട്ടടുത്ത ദിവസം തന്നെ വെടിയേറ്റ് മരിച്ച മുതലയ്ക്ക് പകരമായി അതേ തടാകത്തിൽ മറ്റൊരു മുതല പ്രത്യക്ഷപ്പെട്ടു. അതാണ് നമ്മൾ പിന്നീട് കണ്ട ബബിയ. ത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇവിടെയുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുതലയൂട്ട് എന്ന വഴിപാട്. ഉച്ചപൂജയ്ക്ക് ശേഷം മേൽശാന്തി തടാകക്കരയിൽ വന്ന് വിളിക്കുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും പൊങ്ങിവരുന്ന മുതലയ്ക്ക് പൂജാരി സ്വന്തം കൈകൊണ്ട് ഭഗവാന്റെ നിവേദ്യച്ചോറും ശർക്കരയും ഉരുട്ടി വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ആചാരം ഇവിടെയുണ്ട്. ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ സാധ്യമാക്കുന്നതിനായി ക്ഷേത്രത്തിൽ പണമടച്ച് ഈ വഴിപാട് കഴിക്കാറുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കല്ലിലോ ലോഹത്തിലോ അല്ല, മറിച്ച് കടുശർക്കര യോഗം എന്ന പ്രത്യേക കൂട്ട് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിൽ നേരിട്ട് അഭിഷേകം നടത്താറില്ല എന്നൊരു പ്രത്യേക ആചാരവും ഇവിടെയുണ്ട്. കൂടാതെ ഭഗവാന് സമർപ്പിക്കുന്ന അവൽ, പന്തീരായിരം വഴിപാടും ഇവിടുത്തെ വലിയൊരു ആചാരമാണ്. ഭഗവാന്റെ കാവൽക്കാരനായി ജീവിച്ച പഴയ ബബിയ 2022 ഒക്ടോബർ മാസത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരു മൃഗത്തിന് നാട് മുഴുവൻ ഒത്തുചേർന്ന് അന്ത്യോപചാരം അർപ്പിച്ച അപൂർവ നിമിഷത്തിനായിരുന്നു അന്ന് കാസർഗോഡ് സാക്ഷ്യം വഹിച്ചത്. ഒരു മുതല മരിക്കുമ്പോൾ മറ്റൊരു മുതല തനിയെ പ്രത്യക്ഷപ്പെടുമെന്ന ഇവിടുത്തെ വിശ്വാസം കാത്തുകൊണ്ട് അധികം വൈകാതെ തന്നെ പുതിയൊരു മുതല ഈ തടാകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പഴയ ബബിയുടെ അതേ ആചാരങ്ങൾ പിന്തുടർന്ന് ഭഗവാന്റെ കാവൽക്കാരനായി പുതിയ മുതലയും ഭക്തർ നൽകുന്ന നിവേദ്യം സ്വീകരിച്ച് ഇന്നും ആ തടാകത്തിലുണ്ട്. ഭക്തർ ഈ പുതിയ മുതലയെയും സ്നേഹത്തോടെ ബബിയ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാലങ്ങൾ മാറിയാലും മാറാത്ത ഈ അത്ഭുതം കാണാൻ ഇന്നും വൻ ജനപ്രഭാവമാണ് ഇവിടേക്ക് എണ്ണിയെത്തുന്നത്. അനന്തപുരം ക്ഷേത്രത്തിലെ ഈ അത്ഭുത വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിന്റെ മൂന്നാം ദിനമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും